2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചില സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഭൂരിപക്ഷ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മുക്കം നഗരസഭയിലായിരുന്നു ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം വന്നത്. ആകെയുള്ള 33 സീറ്റിൽ 15 LDFും 15 UDFും വിജയിച്ചു. 2 സീറ്റ് BJPക്ക് കിട്ടിയപ്പോൾ ഒരു സീറ്റിൽ മുസ്ലിം ലീഗ് വിമതൻ വിജയിച്ചു. ആർക്കും പിന്തുണ നൽകിയില്ല എന്ന് BJP നിശ്ചയിച്ചതോടെ വിമതൻ സ്റ്റാറായി. ഒടുവിൽ ഇടത്തോട്ട് ചാഞ്ഞു. ഇതോടെ ഭരണം LDFിന് ലഭിച്ചു. PD ബാബു ചെയർമാനായി. ഇരട്ടക്കുളങ്ങര വാർഡിൽ നിന്ന് 16 വോട്ടിനെ ലീഗ് സ്ഥാനാർത്ഥി ഷെരീഫ് വെണ്ണക്കോടിനെ പരാജയപ്പെടുത്തിയാണ് മജീദ് ബാബു വിജയിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗ് നേതൃത്വം കാണിച്ച കടും പിടുത്തമാണ് സീറ്റ് നഷ്ടപ്പെടാനും അതിലൂടെ UDFിന് ഭരണം പോകാനും കാരണമായതെന്നാണ് വിലയിരുത്തൽ. മജീദ് ബാബു മത്സരിക്കണം എന്നായിരുന്നു ജനങ്ങൾക്കും താല്പര്യം. എന്നാൽ അത് മറികടന്നുകൊണ്ട് ഷെരീഫിനെ മുസ്ലിം ലീഗ് രംഗത്തിറക്കി. പൊതുവെ ശാന്തനും എന്നാൽ തന്ത്രശാലിയുമായ മജീദ് ജനങ്ങളെ കയ്യിലെടുത്തു. ഒടുവിൽ വിജയം കൈവരിച്ചു. എന്നാൽ അവസാന നാളിൽ ഒരു അവിശ്വാസ പ്രമേയത്തെയും PT ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് നേരിടേണ്ടി വന്നു. ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിന് നഗരസഭ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPMുമായി വിമതൻ മജീദ് ബാബു ഇടഞ്ഞു. ഇതിനിടെ ഒരു LDF വനിതാ അംഗം അവധി പറയാതെ വിദേശത്തേക്ക് പോയതും ഭരണസമിതിക്ക് തലവേദനയായി. പിരിമുറുക്കത്തിനിടെ ലീഗ് വിമതൻ UDFിന് പിന്തുണ പ്രഖ്യാപിച്ചു. തുടർന്ന് LDF അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനൊരുങ്ങി. എന്നാൽ കൗൺസിലർ ക്വാറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. CPM അംഗങ്ങൾക്കൊപ്പം BJP അംഗങ്ങളും വിട്ടുനിന്നതാണ് കാരണം. വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് 5 വർഷം ഭരണസമിതിയെ നയിച്ചതെന്ന് നഗരസഭാ അധ്യക്ഷൻ PT ബാബു തന്നെ സമ്മതിക്കുന്നുമുണ്ട്. സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും 5 വർഷം CPM ഭരണം തികച്ചു. ലീഗ് വിമതന്റെ പിൻബലത്തിലായിരുന്നു അത്. ഇനി ചോദ്യം ഇക്കുറിയും മജീദ് ബാബു മത്സരിക്കുമോ എന്നതാണ്. വർദ്ധിച്ച വീര്യത്തോടെ മത്സരിക്കുമെന്ന് മജീദ് ബാബു ഇത്തവണയും പറയുന്നുണ്ട്. വീണ്ടും ജനറൽ വാർഡായ ഇരട്ടക്കുളങ്ങരയിൽ തന്നെ ഇറങ്ങാനാണ് മജീദ് ബാബുവിന്റെ തീരുമാനം. മനസ്സുകൊണ്ട് താൻ ഇപ്പോഴും മുസ്ലിം ലീഗുകാരൻ തന്നെയാണ്. എന്നാൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ കഴിഞ്ഞ തവണ രംഗത്തിറങ്ങേണ്ടി വന്നു. ഇപ്പോഴും മുന്നണികൾ തന്നെ സമീപിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ഇതായിരുന്നു മജീദ് ബാബുവിന്റെ വാക്കുകൾ. കഴിഞ്ഞ 5 വർഷക്കാലം 2.5 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വാർഡിൽ നടപ്പിലാക്കിയത്. അത് തുറന്ന പുസ്തകം പോലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അവർ തനിക്കൊപ്പമാണ് വിജയിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയം വേണ്ട എന്നും, എന്നാൽ രാഷ്ട്രീയത്തിൽ പല നീക്കുപോക്കുകളും ഉള്ളതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനമായിട്ടില്ല എന്നും മജീദ് ബാബു കൂട്ടിച്ചേർത്തു. വെൽഫെയർ പാർട്ടിയുടെ 3 അംഗങ്ങൾ കൂടി ചേർന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ UDFിന്റെ അംഗബലം. ഇത്തവണ പക്ഷേ 4 സീറ്റുകളാണ് വെൽഫെയർ പാർട്ടി കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയുമായി ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടുമില്ല എന്ന് DCC പ്രസിഡന്റ് പറയുന്ന സമയത്ത് തന്നെ മുക്കത്ത് പക്ഷേ ഇവർ UDFിനൊപ്പം തന്നെയാണ്. രാഷ്ട്രീയ വിഷയങ്ങളിലും ഈയിടെ മുക്കം നഗരസഭയുടെ മലയോരങ്ങളിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങളിലും വന്യജീവി വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ വേണ്ട പോലെ തന്നെ ഇടപെട്ടില്ല എന്ന പരാതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർഷക സംഘടനയുടെ സ്ഥാനാർത്ഥികളെയും പ്രതീക്ഷിക്കാം. വിമതനായി മത്സരിച്ച മജീദ് ബാബുവിനെയും അവർ നോട്ടമിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു തൂക്ക നഗരസഭ ആയിരിക്കില്ല എന്നതാണ് പൊതുജനാഭിപ്രായം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ